ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 8. പ്രഭൂതാദിവ്യാധിപ്രസവചലിതേ മാമകഹൃദി തുദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാൽ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശുനിവഹോ യഥാ വിസ്മര്യാസം തുരുപശമമി പീഡാ പരിഭവാൻ. സാരാംശം: ഭക്തവത്സലനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കമനീയ രൂപം മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു പ്രകാശിക്കണേ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നവതാഭക്തിയുടെ 5 തരം ഭക്തിപ്രാർത്ഥന സൂചിപ്പിച്ചിരുന്നു. ഈ ശ്ലോകത്തിൽ 3ാമത്തെ ഭക്തിയായ സ്മരണയാണ് സൂചിപ്പിക്കുന്നത്. അല്ലയോ ഭഗവാനെ, വാതരോഗത്തിൻ്റെ ക്ലേശത്താൽ മറ്റുള്ള മാനസിക പീഡകളും വന്നു കയറുന്നുണ്ട്. ആയതിനാൽ അങ്ങയുടെ മനോഹരമായ സ്വരൂപത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സ് ഇളകിയാടുകയാണ്. അതിനാൽ അങ്ങയിൽ തന്നെ മനസ്സുറച്ചു നിൽക്കുന്നില്ല. അതിനാൽ അങ്ങ് എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു പ്രകാശിക്കണേ. കുരുക്ഷേത്രത്തിൽ വെച്ച അർജുനനും ഇതേ പ്രശ്നം ഭഗവാനോട് ചോദിച്ചിരുന്നു. ഭഗവത്ഗീതയിലെ 6ാം അധ്യായം 34ാം ശ്ലോകം: ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദിബലവൃദൃഢം തസ്വാഹം നിഗ്രഹം മന്യേ വയോരിവ സുദുഷ്കരം. അല്ലയോ കൃഷ്ണ, മനസ്സെ ചഞ്ചലവും ക്ഷോഭകരവും ബലവത്തും ദൃഢവുമായതിനാൽ അതിനെ പിടിച്ചു നിർത്തുന്നത് വായുവിനെ എന്ന പോലെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. അവിടുത്തെ ദിവ്യരൂപം എൻ്റെ മനസ്സിൽ പ്രകാശിച്ചാൽ ആ സമയത്ത് എനിക്ക് എൻ്റെ പീഡകളെ മറക്കാൻ കഴിയുന്നു. അതിനാലാണ് എപ്പോഴും പ്രകാശിച്ചു നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. മാത്രമല്ല, അവിടുത്തെ ദിവ്യരൂപം എനിക്ക് നല്ലൊരു രസായനമാണ്. രസായനം എന്നെ കോൾമയിർ കൊള്ളിക്കുന്നു. പ്രകാശത്തിൻ്റെ അഭാവമാണല്ലോ ഇരുട്ടിനാധാരം. അവിടുത്തെ ദിവ്യചൈതന്യ സന്ദ്രാനന്ദ രൂപം മനസ്സിൽ തെളിഞ്ഞു നിന്നാൽ എനിക്കെൻ്റെ സകല ദുഃഖങ്ങളും മറക്കാൻ കഴിയും. മാത്രമല്ല, അവിടുത്തെ ദിവ്യസ്വരൂപത്തിൻ്റെ പ്രകാശത്തിൽ തോന്നിക്കുന്ന രോമാഞ്ചം നല്ലൊരു തൈലം പോലെയും അപ്പോഴുണ്ടാകുന്ന കണ്ണുനീർ രോഗത്തിന് ധാര ചെയ്യുകയാണെന്നുമാണ് വിചാരിക്കുന്നത്. അവിടുത്തെ അഖണ്ഡ സച്ചിദാനന്ദ രൂപം രസായനം സേവിക്കുകയും രോമാഞ്ചമാകുന്ന തൈലം പുരട്ടി കണ്ണുനീർ കൊണ്ട് ധാര ചെയ്യുകയുമാണ് ഈ വാതരോഗം മാറുവാൻ ഏറ്റവും നല്ല സിദ്ധൌഷധം. ഭട്ടതിരിപ്പാട് നല്ലൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്. ഭഗവാനെ സ്മരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോമാഞ്ചവും കണ്ണുനീരും ഭക്തിയുടെ പാരമ്യത്തെ സൂചിപ്പിക്കുന്നു. ഭക്തിവർദ്ധനവേ എല്ലാ ആദിവ്യാധികളും സ്വയം ഒഴിഞ്ഞു മാറിപ്പോകും. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.